ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവൻ ലഞ്ച് ബോക്സിൽ വരെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി കൂടിയാട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. ഇതിന് മുൻപും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പുഡിംഗ് റെസിപ്പിയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട് കേട്ടോ. പോള റെസിപ്പീസും തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ കണ്ടു നോക്കുക. എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനില്ലേ, അത് എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ആദ്യം തന്നെ കല്ലുമ്മക്കായ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടി കൂടെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് സാധാരണ മാരിനേഷൻ തന്നെ കേട്ടോ, നമ്മൾ ചിക്കനും ഫിഷൊക്കെ എങ്ങനെയാണോ ചെയ്യാറ് അതേ കണക്ക് തന്നെ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1 hour എങ്കിലും മാക്സിമം വെക്കാം. ഇപ്പം ഇത് എടുക്കുന്നില്ല കേട്ടോ, ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഓൾറെഡി ഉണ്ട്, അതാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ എടുക്കുന്നത്, പെട്ടെന്ന് ആവേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ എനിക്ക് കിട്ടിയ കല്ലുമ്മക്കായ കുറച്ച് വലിപ്പമുള്ളതായിരുന്നേ, അതുകൊണ്ട് ഞാൻ ഇത് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ കല്ലുമ്മക്കായാണെങ്കിൽ ഈ ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ കല്ലുമ്മക്കായ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കല്ലുമ്മക്കായ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഇനി വേറൊരു പാനിലോട്ട് കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണോളം സാധാരണ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്ത ഓയിൽ കുറവായതുകൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഇത് ഈ എണ്ണയിലോട്ട് ഒരു 3-4 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് കേട്ടോ. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഒരു 2-3 വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രേ ആയാൽ മതി കേട്ടോ, വല്ലാണ്ട് അങ്ങ് വഴറ്റി കൊടുക്കണ്ട. പിന്നെ അതുപോലെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയത്, അതാണ് അളവ് പറഞ്ഞു തന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ കല്ലുമ്മക്കായ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ മസാലയുടെ പരിപാടി. കല്ലുമ്മക്കായ ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണേ. അപ്പോൾ കല്ലുമ്മക്കായയിലെ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് നേരിയരിയാണ് എടുക്കുന്നത്. കൈമ റൈസ് ഇല്ലേ, നമ്മുടെ ബിരിയാണി റൈസ്, അതാണ് എടുത്തത്. അത് തന്നെ എടുക്കണമെന്നില്ല, സാധാരണ പച്ചരി എടുക്കുക കേട്ടോ. പക്ഷെ കുറച്ച് ടേസ്റ്റ് ബേസ് നോക്കുമ്പോൾ നേരിയരി ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ഇനി ഇതൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഒന്ന് കുതിർത്തി വെക്കട്ടെ. ഇതിപ്പോൾ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. കുറേ സമയമൊന്നും വേണ്ടല്ലോ, നേരിയരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുതിർന്നും കിട്ടും കേട്ടോ. ഒരു 1 hour തന്നെ കുതിർത്തി വെച്ചപ്പോഴേക്കണ്ടോ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു വലിയ ഉള്ളി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ വലിയ ജീരകയില അതിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1-2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 ഇട്ട് കൊടുത്താൽ മതി, വലുതാണെങ്കിൽ 1 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഏലക്കായുടെ ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കാനേ, അത് ശ്രദ്ധിക്കാം. ഇനി 1/2 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുകൂടെ തന്നെ 1/4 കപ്പോളം നമ്മൾ സാധാരണ പുഴുങ്ങലരി ചോറില്ല, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തായാലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചരിയും പുഴുങ്ങലരിയൊക്കെ ആയതുകൊണ്ട് തന്നെ പച്ചരിയും നേരിയരിയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് ഹാർഡായി പോകാൻ വഴിയുണ്ട്, അതിനാണ് പുഴുങ്ങലരി ചേർക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടുള്ള ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നല്ല സ്മൂത്തായി പോരുത്, ഒരു ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവുകയും ചെയ്യണം. അതുപോലെ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലും ആക്കിയെടുക്കാം. കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസി ആവും, കാരണം നമ്മൾ മിക്സിയുടെ ജാറൂടെ ഒക്കെ ഒന്ന് കഴുകിയെടുക്കുമല്ലോ ആ സമയം. ഇനി ബാക്കിയുള്ള എല്ലാം ഇതേപോലെ തന്നെ അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതുകൂടെ ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റ് പാകത്തിനായി കിട്ടും. അധികം അങ്ങ് തിക്ക് ആവരുത് കേട്ടോ, ഇതുപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും ചെയ്യണം. എന്നാൽ അധികം അങ്ങ് ലൂസും ആയി പോകരുത്. കുറച്ച് ഉപ്പിൻ്റെ കുറവ് ഈ സമയത്ത് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, ഞാനിപ്പോൾ കേക്ക് ടിൻ എടുത്തതേ ഉള്ളൂ. സാധാരണ നമ്മുടെ ലഞ്ച് ബോക്സോ അതല്ലെങ്കിൽ സാധാരണ സ്റ്റീൽ പാത്രം ഉണ്ടാവുമല്ലോ, കുഴിയുള്ള ടൈപ്പ്, അതെടുത്താലും മതി കേട്ടോ. ഇനി ഈ പാത്രത്തിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 1-2 തവി കൂടി പോകണ്ട കേട്ടോ, ഇത് മുഴുവനായിട്ട് ഈവനായിട്ട് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ഈ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റ് ആയതിന് ശേഷം വേണേ അതിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കേണ്ട ആവശ്യമേ വരുള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ ലെയർ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ലൂസ് കൺസിസ്റ്റൻസി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാർഡായി പോകും കേട്ടോ. തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഹാർഡായി പോകാൻ വഴിയുണ്ട്. അപ്പോൾ ലൂസ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിങ്ങനെ അതിങ്ങനെ ലെയറാക്കി വലിച്ചെടുക്കാനും പറ്റും കേട്ടോ. അതുപോലെ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കുറേ സമയമൊന്നും അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം പച്ചരിയോ അല്ലെങ്കിൽ നേരിയരിയോ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതായി വരുമല്ലോ. അങ്ങനെ ലെയർ എത്രത്തോളം നിങ്ങൾക്ക് വേണോ അങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ ഞാൻ 2 കപ്പ് അരി എടുത്തത് 2 പാത്രത്തിലേക്ക് ആക്കേണ്ടതുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു പാത്രത്തിലാക്കുന്നെങ്കിൽ ഏകദേശം 1 കപ്പ് മതിയാവും. അത് തന്നെ ധാരാളമായിരിക്കും. ചെറിയ കേക്ക് ടിന്നൊക്കെ ആകുമ്പോൾ 2 ടിന്നിലൊക്കെ കേക്ക് ടിന്നിലൊക്കെ ആക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഏറ്റവും മുകളിലായിട്ടില്ലേ കല്ലുമ്മക്കായ മസാലയിലല്ലാതെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കാണാനുള്ള ഭംഗിക്ക് മാത്രം അങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മസാല തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതാ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ കുത്തി നോക്കുമ്പോൾ ഒരു കൊള്ളി വെച്ചിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല, കുക്കായി എന്ന് അർത്ഥം കേട്ടോ. പിന്നെ ആ സൈഡ് വശത്തു നിന്നൊക്കെ കണ്ടോ തണിയുമ്പോൾ അതൊന്നും ഇങ്ങനെ വിട്ട് വരും. ഇനിയിപ്പോൾ അഥവാ വിട്ട് വരാൻ പ്രയാസം തോന്നിട്ട് ഇതുപോലൊരു എന്തെങ്കിലും ഒരു സ്പാച്ചിൽ വെച്ച് ഒന്ന് സൈഡൊന്ന് വിടിവിച്ച് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി വരും. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങ് പോരും കേട്ടോ. കണ്ടോ അടിവശം ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ട്. അതുപോലെ ലെയറായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ആ ലെയർ എങ്ങനെ എടുക്കുക എന്നുള്ളത് കേട്ടോ. തണിയുന്ന സമയത്താണ് അത് ലെയർ ഇങ്ങനെ വിട്ട് വരുള്ളൂ. ഇപ്പോൾ നല്ല ചൂടല്ലേ. ഞാൻ വീണ്ടും ഫ്ലിപ്പ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗം കാണാൻ ഇത് നോക്കിയേ നന്നായിട്ടായി വന്നിട്ടില്ലേ. സൂപ്പർ ടേസ്റ്റ് വരുന്നു കേട്ടോ. നമ്മളില്ലേ പുഴുങ്ങൽ റൊട്ടിയൊക്കെ ഇലയൊക്കെ വെച്ച് എത്ര ബുദ്ധിമുട്ടിയിട്ട് ആ പുഴുങ്ങൽ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പുഴുങ്ങൽ റൊട്ടി കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റൊക്കെ നമുക്ക് എളുപ്പം തയ്യാറാക്കിയെടുക്കാം. പുഴുങ്ങൽ റൊട്ടി ആകുമ്പോൾ ഇലയൊക്കെ നോക്കണം, അതൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. എന്നാൽ പുഴുങ്ങൽ റൊട്ടി കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കിയേ അതിൻ്റെ ഉൾവശം വരെ മസാലയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം നമുക്കൊരു പുഴുങ്ങൽ റൊട്ടി കഴിക്കണം തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി, എളുപ്പമാണ്. ഇലയൊന്നും തപ്പി പോവേണ്ട ആവശ്യമില്ല. എന്നാൽ പുഴുങ്ങൽ റൊട്ടി കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, പുഴുങ്ങൽ റൊട്ടി കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ ഇതിൻ്റെ ആ സൈഡ് വശത്തുനിന്ന് ലെയറായിട്ട് വരുന്നത് ചൂട് കൊണ്ടാണ് അതിങ്ങനെ എടുക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തണിഞ്ഞ സമയത്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. ചൂടുള്ള സമയത്ത് ഇത് കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അടർന്ന് വരില്ല കേട്ടോ. തണിഞ്ഞ് വരുന്ന സമയത്ത് കല്ലുമ്മക്കായി നിറച്ചതും അങ്ങനെ തന്നെയല്ലേ, തണിയുമ്പോഴല്ലേ അതിങ്ങനെ അടർന്ന് വരാണ്. ഇപ്പോൾ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ ഇതാക്കണ്ടോ വിട്ട് വരുന്നുണ്ടോ, അങ്ങനെ വരും. പക്ഷേ ചൂടോട് കൂടിയിട്ട് അടർന്ന് വരത്തില്ല കേട്ടോ. നമ്മൾ കല്ലുമ്മക്കായി നിറക്കുന്ന സമയത്തും അതൊന്ന് തണുത്താലല്ലേ നമുക്ക് അതിൻ്റെ കല്ലുമ്മക്കായോട് കൂടിയിട്ട് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതേ കണക്ക് തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇടയിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാതിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് തരാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.